മനുഷ്യനെ വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്നും സന്തോഷം കൊണ്ടെത്തുന്ന ഒരു പാർട്ടിയായി BJP ഇന്ത്യയിൽ അതപ്പതിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് കേന്ദ്രമന്ത്രിമാരിലൂടെ പുറത്തു വന്നത്. കേരളത്തിൻ്റെ ഒരു ദുരന്തം എന്ന് തന്നെ പറയാം. ദേശീയ ദുരന്ത പട്ടികയിൽ പെടുത്തേണ്ടതാണ് വയനാട് ദുരന്തം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ദേശീയ ദുരന്തത്തിൽ പെടുത്തിയില്ല, അതിതീവ്ര ദുരന്തത്തിൽപ്പെടുത്തി. അങ്ങനെ വന്നാലും കുറേ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകും. വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ആ ദുരന്ത നിവാരണത്തിനും മരണപ്പെട്ടു പോയവർ, അവരുടെ ബന്ധുക്കൾ, ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ ഒരു പുതിയ ടൗൺഷിപ്പ്, അവർക്ക് മുഴുവൻ വീട്, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പൂർണ്ണ സംരക്ഷണം, തൊഴിൽ ഒക്കെ ഉറപ്പുവരുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാന് ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറാക്കി. ഏതാണ്ട് 2000-2500 കോടിയിൽ പരം രൂപ ചിലവ് കണക്കാക്കാവുന്ന ഒരു പദ്ധതിയാണത്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്തഭൂമിയിൽ വന്ന് ദുരന്തങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് കേരളീയരെല്ലാം പൊതുവെ വിശ്വസിച്ചത് വലിയ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായില്ല. കേരള ഗവൺമെൻറ് വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നു. പുനരധിവാസത്തിനുള്ള പാക്കേജ് നടപ്പിലാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഈ ദുരന്ത നിവാരണത്തിനുള്ള സഹായങ്ങൾ പ്രത്യേക പാക്കേജായോ പ്രത്യേക പദ്ധതിയായോ അനുവദിച്ചില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു കാര്യം ഏറ്റവും ക്രൂരമായിട്ടുള്ള, പൈശാചികമായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ്. ഏതാണ്ട് 530 കോടി രൂപ ഇവിടുത്തെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ 530 കോടി രൂപ വായ്പ അനുവദിക്കാം. ആ വായ്പ പ്രത്യേക വായ്പയല്ല, കേരളത്തിന് നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉള്ള വായ്പാ പദ്ധതിയുണ്ട്. കേരളത്തിൻ്റെ നിക്ഷേപ രംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ട വായ്പ അത് 182 കോടി വരും. ആ നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് 530 കോടി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി വായ്പയായിട്ട് അനുവദിക്കാം. ആ വായ്പയായിട്ട് അനുവദിക്കണമെങ്കിൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ കേരളത്തെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് 45 ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കി അതിൻ്റെ ബൗച്ചർ, അതിൻ്റെ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചാൽ ആ പണം വായ്പയായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വായ്പയായി അനുവദിക്കാം. ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിന് ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കും? കേരള 530 കോടി രൂപ 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഇതെന്താണ്, ഒരു കണക്ക് കൊടുത്ത് വാങ്ങേണ്ടതാണോ? 2 ഗവൺമെൻറ്റുകളല്ലേ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ഒരു ഫെഡറൽ രാഷ്ട്രമല്ല ഇന്ത്യ. പരസ്പര വിശ്വാസവും സഹായങ്ങളും വേണ്ടേ? ആ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു മാന്യത കാത്തു സൂക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായോ? കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ, ഒരു BJP നേതാവിന് ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണന, ഈ ക്രൂരമായ ഇത്തരം നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതുപോലെ പാക്കേജ് നൽകി ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഈ നിലപാടിലൂടെ ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ഐക്യം തന്നെ വളർന്നു വന്നിട്ടുണ്ട്, ജനകീയ ഐക്യം. ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് അങ്ങേയറ്റത്തെ ആദരവ് കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ക്രൂരതയും പൈശാചികവുമായ നടപടി
കേരള സമൂഹത്തിൽ വലിയ തരത്തിൽ BJP വിരുദ്ധ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരമുണ്ടാക്കിയിട്ടുണ്ട്.